നെറുകിൽ സുന്ദീരമണിഞ്ഞുകൊണ്ട് കാൻ ചലച്ചിത്രമേളിലെത്തി ഐശ്വര്യ റായ് ബച്ചൻ. വലിയ വരവേൽപ്പാണ് മുൻ ലോകസുന്ദരിക്ക് കാനിൽ ലഭിച്ചത്. ഇന്ത്യയിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സന്ദേശം പ്രതിയാക്തമായി ലോകത്തിന് നൽകുകയാണ് താരം ചെയ്തതെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത്. പകൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരിക്കാൻ 33 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയെ അറിയിക്കാനിരിക്കെയാണ് ലോകത്തിന് നിശബ്ദ സന്ദേശമായി ഐശ്വര്യ കാനിലെത്തിയെന്ന് പലരും അഭിപ്രായപ്പെട്ടത്. ഐവറി നിറത്തിലുള്ള മനോഹരമായ സാരിയാണ് താരം ധരിച്ചത്. ഖദ്ദ ബനാറസിയും ഹാദിൽസും സാരിയാണ് യൂസ് ചെയ്തത്. നെറുകയിൽ സിന്ദൂരത്തെ എടുത്തു കാണിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സാരിയായിരുന്നു ഐശ്വര്യയുടേത്. പ്രമുഖ ഫാഷൻ ഡിസൈനറായ മനീഷ് മൽഹോത്രയാണ് ഇത്തവണ ഐശ്വര്യയുടെ കാൻ ലുക്കിൽ പിന്നിൽ. അതേസമയം ഐശ്വര്യ നെറുകിൽ സിന്ദൂരമണിഞ്ഞത് കാനിലെത്തിയത് അഭിഷേക് ബച്ചനുമായി വിവാഹബന്ധം വേർപിരിയുകയാണെന്ന കിംവദന്തികൾക്കുള്ള പരോക്ഷമായ മറുപടിയാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. നേരത്തെ പ്രമുഖ സെലിബ്രിറ്റി വിവാഹത്തിനെതിരെ അഭിഷേക് ബച്ചനും കുടുംബവും ഒരുമിച്ച് വരികയും ഐശ്വര്യ മകൾ ആരാധി ഒറ്റയ്ക്ക് വരികയും ചെയ്തതോടെ വിവാഹമോചന വാർത്തകൾ ശക്തമായി കൂടിയത്. കാനിൽ ഐശ്വര്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ വലിയ ശ്രദ്ധ നേടി. മനീഷ് മൽഹോത്ര ജ്വല്ലറിയിൽ നിന്നുള്ള ആഭരണങ്ങളാണ് താരം അണിഞ്ഞിരുന്നത്. നെക്ലേസിൽ 500 ക്യാരറ്റിലുള്ള മാണിക്യക്കല്ലുകളും അൺകട്ട് ഡയമണ്ടുകളും ഉണ്ടായിരുന്നു. 18 ക്യാരറ്റ് സ്വർണ്ണത്തിലാണ് ഇവ കോർത്തിണക്കിയിരിക്കുന്നത്. നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം ആലേഖനം ചെയ്ത പെയിന്റുള്ള മാല ധരിച്ചുകൊണ്ട് നടിയും മോഡലുമായ രുചി ഗജയും കാനിലെത്തിയിരുന്നു. ഇത് വെറും ഒരു ആഭരണം മാത്രമല്ലെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുള്ള ആദരവാണെന്നും അവർ പ്രതികരിച്ചു. പരമ്പരാഗത രാജസ്ഥാനി ഡിസൈനിലുള്ള ഈ മാല ട്രഡീഷനും മോഡേണും കൂടി ചേർത്ത ഒന്നായിരുന്നു. അതിനൊപ്പം രാജസ്ഥാൻ സംസ്കാരത്തിന് അടുത്ത് നിൽക്കുന്ന ഗോൾഡൻ ലെഹങ്കയാണ് രുചി ധരിച്ചത്.